ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള കുർത്ത സെറ്റുകളാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കാണിക്കുന്ന കുർത്ത, ദുപ്പട്ട ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാണ്. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാട്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈനിലാണ് വരുന്നത്. ഇവിടെ വേറെ പ്രിൻ്റ്, താഴത്തേക്ക് ഫ്ലെയറിൽ വേറെ പ്രിൻ്റാണ്. പിന്നെ ഇവിടെ ബോർഡർ കൊടുത്തിട്ടുണ്ട്, പടി വെച്ചിട്ടുണ്ട്. സെയിം സ്ലീവ്സിൻ്റെ അറ്റത്ത് വരുന്നുണ്ട്. 3/4 സ്ലീവാണ്. ഈ ഒരു ഭാഗം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത കേട്ടോ, ഓൾറെഡി ഇവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചതാണ്. ചില കുർത്ത സെറ്റിൻ്റെ ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, ഇത് അങ്ങനെയല്ല. പിന്നെ ഇവിടെ വള്ളിയുണ്ട്, നമുക്കിവിടെ ജസ്റ്റ് കെട്ടി വെക്കാം. ഇവിടെ പ്ലീറ്റ്സ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും സ്ട്രെയിറ്റ് ആയിട്ട് പ്ലീറ്റ്സ് വരുന്നുണ്ട്. സൈഡിൽ സ്ലിറ്റ് ഉണ്ട്, ഇവിടെ തൊട്ടാണ് സ്ലിറ്റ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ കോട്ടൺ ബ്ലെൻഡ് ആണ്. പിന്നെ മേളത്തെ ഈ ഒരു ഭാഗത്ത് ലൈനിങ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിലാണ് പാൻസ് വരുന്നത്. സ്ട്രെയിറ്റ് പാൻസ് ആട്ടോ, സെയിം മെറ്റീരിയലാണ്, കോട്ടൺ ബ്ലെൻഡ് ആണ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. അടിയിൽ ഇവിടെ പടിയുണ്ട്. ഇതാണ് ദുപ്പട്ട. ഇത്രയുണ്ട് വീതി. ഞാൻ എല്ലാ സൈഡിൽ സ്റ്റൈൽ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റിൻ്റെ വേറെ മൂന്ന് കളർ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞ് ഞാൻ പർച്ചേസ് ചെയ്തത് 660 റുപ്പീസിനാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണിത്. ഞാൻ മേടിച്ചതിൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്, എനിക്ക് കറക്റ്റാണ്. നല്ല കംഫർട്ടബിൾ ആട്ടോ ഇത് വെയർ ചെയ്യാൻ. അടുത്ത നല്ല കോട്ടൺ മെറ്റീരിയൽ വരുന്ന ഈ ഒരു കുർത്ത സെറ്റാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത്. 3/4 സ്ലീവാണ്. പിന്നെ നെക്കിൻ്റെ ഇവിടെ ആണെങ്കിൽ വർക്ക് ഉണ്ട്, ബീഡ്സ്, വൈറ്റ് ബീഡ്സ് ഉണ്ട്, ഗോൾഡൻ ത്രെഡ് ഉണ്ട്. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്, ഇവിടെ തൊട്ട് സ്ലിറ്റ് വരും. നല്ല മെറ്റീരിയൽ ആട്ടോ, നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സെയിം പ്രിൻറ്റിലാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. പിന്നെ അടിയിൽ കുറച്ച് ചുരുക്ക് വരുന്നുണ്ട്. ഇവിടെ പടി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ലേസും ഉണ്ട്. കോട്ടൺ മെറ്റീരിയലാണ്. ഞാൻ അത് മേടിച്ച് മീഡിയം സൈസിലാട്ടോ, എനിക്ക് കറക്റ്റാണ്. ഇതാണ് ദുപ്പട്ട. അപ്പോൾ ഞാൻ മേടിച്ച മീഡിയം സൈസിലാണ്, എനിക്ക് കറക്റ്റാണ്. പാൻറ്റും ദുപ്പട്ടയും നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. ദുപ്പട്ട വേറെ ഒരു പ്രിൻറ്റിലാണ്. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റിൻ്റെ വേറെ 2 ഷെയ്ഡ്സും കൂടി അവൈലബിൾ ആട്ടോ. പീച്ചും ഒരു യെല്ലോ ഷെയ്ഡും അവൈലബിൾ ആണ്. ഞാൻ മേടിച്ച മീഡിയം സൈസാണ്, എനിക്ക് കറക്റ്റാണ്. അപ്പോൾ ഞാൻ അത് പർച്ചേസ് ചെയ്ത് 695 റുപ്പീസ്. അടുത്ത ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. ഖാദി കോട്ടണിൽ വരുന്ന കുർത്ത സെറ്റാട്ടോ. ഇതിൻ്റെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഓഫ് വൈറ്റ് ഷെയ്ഡിൽ ഇങ്ങനെ ബ്ലൂ കളറിലാട്ടോ എംബ്രോയ്ഡറി ഒക്കെ വരുന്നത്. ഞാൻ ഇവിടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. വീനെക്കാണ്, ഇവിടെയൊക്കെ ഇങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്, മിറർ വർക്ക്സ് ഉണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷൻ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറിയും കൂടി ആട്ടോ. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട് കേട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്, ഇവിടെ തൊട്ട് സ്ലിറ്റ് വരും. പിന്നെ ഇതാണെങ്കിൽ ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. എനിക്ക് സ്ലീവ് കുറച്ചൊരു ഫിറ്റഡ് ആയിട്ടാട്ടോ വരുന്നത്. ഞാൻ അധികം റിലാക്സ്ഡ് ഫിറ്റാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കുർത്ത എനിക്ക് കുറച്ച് ഫിറ്റഡ് ആണ്. എസ്പെഷ്യലി സ്ലീവ്സിൻ്റെ അവിടെ ഇങ്ങനെ ഫിറ്റഡ് ആയിട്ടാട്ടോ. ഞാനൊരു സൈഡിൽ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാം. പിന്നെ ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്, അറ്റത്ത് ഇങ്ങനെ പടി വെച്ചിട്ടുണ്ട്, അതിലിങ്ങനെ എംബ്രോയ്ഡറി ഉണ്ട്. ഈ സെയിം എംബ്രോയ്ഡറി ആണ് സ്ലീവ്സിൻ്റെ അറ്റത്തും വരുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിൻ്റെ ദുപ്പട്ടയാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ടൈപ്പ് പ്രിൻറ്റും കളർ കോമ്പിനേഷനാണ്. ഇതിൻ്റെ മെറ്റീരിയൽ വേറെ ആട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അറ്റത്ത് ഇങ്ങനെ ടേസൽസ് ഉണ്ട്, അത്യാവശ്യം നല്ല വീതിയുണ്ട്. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞാൻ മേടിച്ച മീഡിയം സൈസാണ്. ഇത് മീഡിയം തൊട്ടിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഞാനിത് പർച്ചേസ് ചെയ്തത് 640 റുപ്പീസിനാണ്. അടുത്തതൊരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. ഈ ഒരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിൽ വരുന്ന കോട്ടൺ കുർത്ത സെറ്റാട്ടോ. റൗണ്ട് നെക്കാണ്. യോക്കിൻ്റെ ഇവിടെ എംബ്രോയ്ഡറി ഒക്കെ ഉണ്ട്. 3/4 സ്ലീവാണ്.
ഇങ്ങനെയാണ് ബാക്ക് വരുന്നത്. പിന്നെ ഇവിടം തൊട്ട് സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഇത് നോർമലി ഞാൻ വേറെ ഇന്ന കുർത്തേനേക്കാളും ലെങ്ത്ത് കുറച്ച് കുറവാട്ടോ, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഞാൻ അതായത് ഇവിടെ സൈഡിൽ സ്റ്റൈൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റ് ആട്ടോ. അപ്പോൾ എല്ലാ കുർത്തയുടെ ഒരു ലെങ്ത്തിൻ്റെ ഐഡിയ കിട്ടുമല്ലോ. പിന്നെ ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. പാൻസ് ആണെങ്കിൽ വേറെ പ്രിൻറ്റിലാട്ടോ, ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് ആണ് വരുന്നത്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയുടെ ക്വാളിറ്റി എനിക്ക് ഇഷ്ടമായിട്ടില്ല കേട്ടോ. കുറച്ച് കളറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇങ്ങനെ ഫെയ്ഡഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ക്വാളിറ്റി എനിക്ക് അധികം ഇഷ്ടമായിട്ടില്ല. എൻ്റെ കൂടെ കണ്ടോ, ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഭയങ്കര ഫെയ്ഡഡ് ആയിട്ടാട്ടോ ഇങ്ങനെ ദുപ്പട്ടയുടെ കളറ് വരുന്നത്. ലെങ്ത്തൊക്കെ ഉണ്ട്, വിഡ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. കുർത്തേൻ്റെ പാൻറ്റിൻ്റെ ക്വാളിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. പക്ഷെ ദുപ്പട്ടയുടെ ക്വാളിറ്റി അത്ര പോരാ. മീഡിയം സൈസിലാണ്, സൈസ് എനിക്ക് കറക്റ്റാണ്. പിന്നെ ഞാനത് പർച്ചേസ് ചെയ്തത് 538 റുപ്പീസിനാണ്. അടുത്തത് ഇങ്ങനെ പ്ലീറ്റഡ് ആയിട്ടുള്ള കുർത്ത സെറ്റാണ്. 3/4 സ്ലീവ് ആണ് വരുന്നത്. പിന്നെ ഈ ഒരു കുർത്ത സെറ്റ് പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ചെറിയ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ സ്ലീവിൻ്റെ അറ്റത്ത് ഇങ്ങനെ പടി വരുന്നുണ്ട്, പിക്ചറിൽ പടി ഇല്ല കേട്ടോ. ഈ ഒരു പ്രിൻറ്റിലാണ് പാൻറ് വരുന്നത് കേട്ടോ. പിന്നെ ഫ്രണ്ടിലും ബാക്കിലും സ്ട്രെയിറ്റ് ആയിട്ടാണ് പ്ലീറ്റ്സ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും അടിയിൽ വേറെ ഒരു പ്രിൻറ്റിലുള്ള പടിയാട്ടോ വരുന്നത്. പക്ഷേ വൈറ്റ് കളറിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള പടിയാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും ലെങ്ത് ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് ഇടുമ്പം നീ ജസ്റ്റ് കവറായി നിൽക്കുന്ന അത്രയും ലെങ്ത് ആണ്. പിക്ചറിൽ കുറച്ചുകൂടി ലെങ്ത് ഉണ്ട് കേട്ടോ. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോട്ടൺ എന്നാണ്, പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് ഡിഫറൻസസ് ഉണ്ട് കേട്ടോ. ഇതാണ് പാൻസ്. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വരുന്നുണ്ട്. ഇത് മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അടിയിൽ ഇങ്ങനെ പടിയുണ്ട്, ടോപ്പിൻ്റെ പ്രിൻറ്റിൻ്റെ. ഈ ഒരു മെറ്റീരിയൽ ആണെങ്കിൽ ചൂടുകാലത്ത് ഇടാൻ പറ്റിയ അങ്ങനത്തെ ഒരു ടൈപ്പ് മെറ്റീരിയൽ അല്ല കേട്ടോ. പിന്നെ ഇതാണ് ദുപ്പട്ട. ഇങ്ങനെ ചെറിയ ടാസൽസ് ഉണ്ട്. പിക്ചറിലാണെങ്കിൽ ഈ ഒരു വൈറ്റ് കളർ അല്ല കേട്ടോ ദുപ്പട്ടയുടെ അറ്റത്ത് വരുന്നത്. കുറച്ചൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണ്. ഞാനത് മേടിച്ച മീഡിയം സൈസിലാണ്. സൈസ് വൈസ് എനിക്ക് കറക്റ്റ് ആട്ടോ. ഞാനത് പർച്ചേസ് ചെയ്തത് 530 റുപ്പീസിനാണ്. പോളിസ്റ്റർ മിക്സ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. പിന്നെ പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം കുറച്ച് ഡിഫറൻസസ് ഉണ്ട് കുർത്തയ്ക്ക്. അടുത്തത് ഈ ഒരു സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വെച്ചിട്ടുണ്ട്. റൗണ്ട് നെക്കാണ്. പിന്നെ ഇതിൻ്റെ പ്രിൻ്റ് ആണെങ്കിൽ പിങ്ക് കളറിൽ ഇങ്ങനെ റാൻഡം പ്രിൻസ് ആണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ആട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണിത്. ഇവിടം തൊട്ട് സ്ലിറ്റ് ഉണ്ട്. പിന്നെ ഇവിടം വരെ ലൈനിങ് ഉണ്ട് കേട്ടോ, ഇത്രയും ഭാഗത്ത്. ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. ആൻഡ് ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കോട്ടൺ എന്നാണ് കേട്ടോ. പക്ഷേ ഈ ഒരു മെറ്റീരിയൽ കോട്ടൺ അല്ല, വേറൊരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പക്ഷേ ഒരു നല്ല മെറ്റീരിയലാണ്. മിക്സ് ആണെങ്കിലും നല്ലൊരു ടൈപ്പ് മെറ്റീരിയലാണ്. സെയിം മെറ്റീരിയലാണ് പാൻസ് വരുന്നത്. ബാക്കിലാണ് എലാസ്റ്റിക്. ഈ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയിൽ ഇങ്ങനെ റാൻഡം പ്രിൻസ് ആണ്. അറ്റത്ത് ഇങ്ങനെ ടാസൽസ് ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത മീഡിയം സൈസിലാണ്. എനിക്ക് കറക്റ്റാണ്. ഞാനിത് മേടിച്ചത് 691 റുപ്പീസിനാണ്. അപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് കോട്ടൺ മെറ്റീരിയൽ എന്നാണ്. പക്ഷേ ഇത് കോട്ടൺ മെറ്റീരിയൽ അല്ല, ഒരു മിക്സ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഒരു പോളിസ്റ്റർ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയാം. അടുത്തത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതാണെങ്കിൽ പിക്ചറിൽ കുറച്ചൊരു നല്ല പിങ്ക് ഷെയ്ഡാണ്. പിക്ചർ വെച്ച് കമ്പയർ ചെയ്യുമ്പം ചെറിയ കളർ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഇത് സ്ട്രെയിറ്റ് കുർത്തയാണ്. 3/4 സ്ലീവാണ്. സ്ലീവിൻ്റെ അറ്റത്ത് പടി വരുന്നുണ്ട്. പിന്നെ കോട്ടാപ്പട്ടി ലേസും ഉണ്ട് കേട്ടോ ഇവിടെ. യോക്ക് പോർഷനിലാണെങ്കിൽ ബട്ടൺസ് ഉണ്ട്. ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ബട്ടൺസ് ആണ്. പിന്നെ ഇവിടെ പൈപ്പിംഗ് ഉണ്ട്. ഇവിടെ വള്ളി ഉണ്ട്, നമുക്ക് കെട്ടി വയ്ക്കാം. ഇവിടെ ഇങ്ങനെ പൈപ്പിംഗ് പോയിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ. ഇത് സ്ട്രെയിറ്റ് കുർത്ത സെറ്റാണ്. പിന്നെ നടുക്ക് വേറൊരു പ്രിൻ്റ് ആട്ടോ വരുന്നത്.
ആ പ്രിൻ്റ് കൊണ്ടാണ് ഇവിടെ ബോർഡർ കൊടുത്തിട്ടുള്ള ഈ ഒരു പ്രിൻറ്റിലാട്ടോ പാൻസ്. മെറ്റീരിയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കോട്ടൺ എന്നാണ്. പക്ഷേ ഇതാണെങ്കിൽ ഒരു ബ്ലെൻഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. റയോൺ ആയിട്ട് കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ്. ബാക്കിൽ ഈ ഒരു പ്രിൻ്റാണ്. സെയിം മെറ്റീരിയലാണ്. പാൻസ് രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് ഉണ്ട്. സ്ട്രെയിറ്റ് പാൻസ് ആണ്. ഇതാണ് ദുപ്പട്ട. ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ ഞാൻ അത് മേടിച്ചത് മീഡിയം സൈസിലാണ്. ഞാൻ അത് പർച്ചേസ് ചെയ്ത് 561 റുപ്പീസിനാണ്. സോ അതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്നിട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പ് സാവൻ്റെന്നാണ്. ഞാൻ ഇതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.